ക്രിസ്തുവിൻ്റെ ക്രൂശിനോടൊപ്പം എനിക്കും നിങ്ങൾക്കും ഈ സമൂഹത്തിൽ ഒരു ഐഡൻറ്റിറ്റിയിൽ വളരാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമേ അല്ല. മാത്രമല്ല, ഞാൻ ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. ഞാൻ കാരണം ഈ സമൂഹം ബലഹീനമാകുന്നു, രോഗിയായി മാറുന്നു, നിദ്രയിലേക്ക് വഴുതി വീഴുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചന ധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം സാക്രമെൻ്റ് ഓഫ് ഹോളി കുർബാന, ഹോളി സാക്രിഫൈസ്. കുർബാന എന്നുള്ള പദം പഴയ നിയമത്തിലെ ഹീബ്രു പദമായ ഖുർബാൻ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഖുർബാൻ എന്ന് പറയുന്ന പദത്തിന് വഴിപാട്, ഓഫറിങ് എന്നാണ് അർത്ഥം. പിന്നത്തേതിൽ യൂക്കറിസ്റ്റ് എന്നും കത്രിമേശയെന്നും തിരുമേശയെന്നും തിരുവത്താഴം എന്നൊക്കെ ഉള്ള പേരിൽ കർത്താവിൻ്റെ അത്താഴത്തെ നാം സ്വീകരിക്കുമ്പോൾ ഇന്നത്തെ വചന ധ്യാനം എൻ്റെ ആത്മീയ തലങ്ങളെ ദർശിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഹൃദ്യമായി സ്വാഗതം ചെയ്ത് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എച്ച്.എസ്. വിൽസൺ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയൻ, എച്ച്.എസ്. വിൽസൺ, അദ്ദേഹം തിരുവത്താഴത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. എന്താണ് തിരുവത്താഴം, എന്താണ് കത്രിമേശ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഉയിർത്ത കർത്താവിനെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു അനുഭവമാണ് തിരുവത്താഴ ശുശ്രൂഷ. മാത്രമല്ല, അവിടെ വെച്ച് ക്രിസ്തു തൻ്റെ ശരീരത്തെയും രക്തത്തെയും നൽകി നമ്മെ പോഷിപ്പിക്കുന്നു. ഉയിർത്ത കർത്താവിനെ നേരിട്ട് കാണാൻ കഴിയും. ആ സ്ഥലത്ത് വെച്ച് ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും നൽകി എന്നെയും നിങ്ങളെയും പോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, കുർബാന എന്നത് ജീവൻ്റെ ആഘോഷമാണ്. ഒരു മനുഷ്യന് ജീവൻ നൽകുന്ന ഒന്നാണ് കുർബാന. ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ മാംസം ഭക്ഷിക്കുന്നവന് ജീവനുണ്ട്, ജീവൻ പകരുന്നതാണ് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ, കുർബാന. പ്രാർത്ഥനയോടുകൂടെ ആമുഖത്തിൽ ഞാനിത് പറയട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിനോടൊപ്പം സഞ്ചരിച്ച ഒരു പുരുഷാരമുണ്ട്. പ്രത്യേകിച്ചും യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു കൂട്ടം വ്യക്തികൾ യേശുവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ആരാണവർ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്ന് സമൂഹം തള്ളിക്കളഞ്ഞവരാണവർ. 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരു സംഭവത്തെ നന്നായി വിവരിക്കുമ്പോൾ, ഈ 5000 പുരുഷന്മാരും ഒപ്പമുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ചും ഒരു യഹൂദ സംസ്കാരത്തിലായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ. യഹൂദന്മാർ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം സ്നേഹിക്കുന്ന ഒരേ ഒരു ജനമേ ഈ ഭൂമിയിലുള്ളൂ, അത് യഹൂദന്മാരാണ്. എന്നാൽ എല്ലാ യഹൂദന്മാരെയും ദൈവം സ്നേഹിച്ചിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. യഹൂദന്മാരിൽ തന്നെ ചിലരെ അവർ മാറ്റി നിർത്തിയിരുന്നു. അതിൽ ഒന്ന് ശമര്യക്കാർ. ആരാണ് ശമര്യക്കാർ? ശരിക്കും പറഞ്ഞാൽ അസ്തിത്വം യഹൂദന്മാർ തന്നെയാണ്. ഈ ബാബേൽ പ്രവാസ സമയത്ത് ചില യഹൂദന്മാർ ആ പ്രവാസത്തിലേക്ക് പോകുന്നില്ല. ആ പ്രവാസത്തിൽ പോകാത്തവർ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയായി വളർന്നു. അപ്പോൾ തിരികെ വന്ന യഹൂദന്മാർ പറഞ്ഞു, ഇവർക്ക് വിശുദ്ധിയില്ല, ഇവർക്ക് പ്യൂരിറ്റി ഇല്ല, ഇവർ ഞങ്ങളുടെ ഭാഗമല്ല. അങ്ങനെ മാറ്റി നിർത്തിയ ശമര്യർ ഒരു ഭാഗത്ത്.
വിജാതീയരിൽ നിന്ന് തന്നെ യഹൂദമതം സ്വീകരിച്ചവരുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ പറയുന്ന കൊർന്നല്യോസ്. അവരെ അക്കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത് പ്രോസ്റ്റലേറ്റോസ് എന്നാണ്. മറ്റു ജാതിയിൽപ്പെട്ടവൻ യഹൂദമതത്തിൽ വന്നാൽ ഈ അടിസ്ഥാനമുള്ള അസ്തിത്വമുള്ള യഹൂദൻ പറയും, അവൻ ഞങ്ങളുമായി ചേരത്തില്ല, മാറ്റി നിർത്തും. അപ്പം വിജാതീയരിൽ നിന്ന് യഹൂദമതം സ്വീകരിച്ചവർ, ഞാൻ ആദ്യം പറഞ്ഞു ശമരിയക്കാർ. മൂന്നാമത്തേത് പാപികൾ. ഈ ടാക്സ് കളക്ടേഴ്സായ സക്കായിയൊക്കെ ഈ പാപികളുടെ പട്ടികയിലാണ് ചേർത്തിരുന്നത്. ശരിക്കും അവനൊരു യഹൂദനാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്ന് പറഞ്ഞാൽ, അവർക്കിഷ്ടമില്ലാത്തൊരു തൊഴിൽ ചെയ്താൽ, അവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ, ഒറ്റവാക്കിൽ അസ്തിത്വമുള്ള യഹൂദനെന്ന് വാശി പിടിക്കുന്ന ആ വരേണ്യവർഗം പറയും, അവൻ ഞങ്ങളുടെ ആളല്ല, അവനെ മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തിയ പാപികൾ. ഏറ്റവും സങ്കടകരമാണ് രോഗികൾ. സമൂഹത്തെ രോഗാവസ്ഥയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വീണുപോയാൽ, കുഷ്ഠരോഗം വന്നാൽ, കുരുടനായിട്ട് മാറിയാൽ, ചെകിടനായിട്ട് മാറിയാൽ, അവരെല്ലാം ഈ യഹൂദൻ എന്നുള്ള പദവിക്ക് യോഗ്യനല്ല, അവന് ഒരു അതിർവരമ്പ് കെട്ടി അവനെ മാറ്റി നിർത്തും. രോഗികളെയും ബലഹീനരെയും. ദാരിദ്ര്യത്തിൽ വീണവർ. ഞങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ഒരു വരേണ്യവർഗമായി അസ്തിത്വമുള്ള യഹൂദൻ പറയുമ്പോൾ, ആ യഹൂദ മതത്തിൽ ഒരുവൻ ദാരിദ്ര്യത്തിലാണെങ്കിൽ അവനെ സ്വീകരിക്കത്തില്ല, അവനെയും മാറ്റി നിർത്തും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും അവനെയും കാണുന്നത്. സ്ത്രീകളെ യഹൂദന്മാർ തങ്ങളുടെ അംഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല. അമ്മയായാലും ഭാര്യയായാലും സഹോദരിയായാലും സ്ത്രീയാണെങ്കിൽ അവൾ പടിക്ക് പുറത്താണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാണ് യേശുവിൻ്റെ വചനം കേൾക്കാൻ ഈ തിക്കും തിരക്കും കൂട്ടിയതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശമര്യക്കാരാണ്. വിജാതീയരിൽ നിന്ന് യഹൂദമതം സ്വീകരിച്ച ചില വ്യക്തികളാണ്. പാപികളാണ്, ബലഹീനരാണ്, ദരിദ്രരാണ്, സ്ത്രീകളാണ്. ഇവരൊക്കെയാണ് യേശുവിൻ്റെ ആ ശുശ്രൂഷയിൽ യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്ന അതിശക്തമായ ഒരു സമൂഹം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു അവരെ പഠിപ്പിക്കുന്നു. അവർ വിശന്നു പോകുമെന്ന് കണ്ടിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് യേശുവിനെ അവർ രാജാവാക്കുമെന്ന് കണ്ടപ്പോൾ, തള്ളിക്കളഞ്ഞ ഞങ്ങൾക്കും ഒരു രക്ഷകനുണ്ടല്ലോ എന്ന് ഈ ശമരിയക്കാരും ഈ വിജാതീയരും ഈ പാപികളും ഈ രോഗികളും ഈ ബലഹീനരും ഈ സ്ത്രീകളും വിചാരിച്ച് യേശുവിനെ രാജാവാക്കുമെന്ന് കണ്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവർ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. യേശുവിൻ്റെ പിന്നാലെ പോയി യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഒരു മശിഹായെ കണ്ടെത്തി എന്നുള്ള വിശ്വാസത്തോടു കൂടെ അവർ നിൽക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നത് ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത്. അതല്ല പ്രിയപ്പെട്ടവരെ പ്രധാനം. ഞാൻ നൽകുന്ന മാംസം നിനക്ക് ജീവൻ നൽകും. ജീവൻ. ഈ ജീവൻ എന്ന് പറയുന്ന പദത്തിന് അതിൻ്റെ മൂലപദമൊന്ന് പഠിച്ചാൽ അത് ഫിസിക്കലായിട്ട് മാത്രമല്ല, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ എസിസ്റ്റൻസ്. നിന്നെ ആത്മീയമായും നിന്നെ ഭൗതികമായും ബലപ്പെടുത്തുന്ന യഥാർത്ഥ മാംസം ഞാനാണെന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നുവരെയും യഹൂദനാണെങ്കിലും അവഗണിക്കപ്പെട്ടവരായിരുന്നു അവർ. യേശു പറയുകയാണ്, ഞാൻ എൻ്റെ മാംസം നിങ്ങൾക്ക് നൽകാം. നേരത്തെ പോലെ വിശപ്പിനുള്ള ആഹാരമല്ല, ഞാൻ എൻ്റെ മാംസം നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ അസ്തിത്വമുള്ളവരായിട്ട് മാറും, ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്തൃമേശ, തിരുവത്താഴ ശുശ്രൂഷ, കുർബാന,
വളരെ പ്രാധാന്യമുള്ളതാണ്. ഫെലിക്സ് വിൽഫ്രഡ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയുടെ വാക്ക് ഇങ്ങനെയാണ്. ഫെലിക്സ് വിൽഫ്രഡ് അദ്ദേഹം പറയുന്നു, തിരുവത്താഴം എന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്നത് പാപികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഞാനും നിങ്ങളും കാണിക്കേണ്ട യൂണിറ്റിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാണ്. സമൂഹത്തിൽ പാപം ചെയ്തവൻ എന്ന് പറയുന്നവനെയും സമൂഹം പുറത്താക്കിയവനെയും മാറ്റി നിർത്തിയവനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശരീരരക്തം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റേതായി മാറുന്നത്. അല്ലാതെ ഒരാത്മീയ വളർച്ച എന്ന് പറയുന്നത് എൻ്റെ ഡെവലപ്മെൻറ്റ്സ് അല്ല എന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ. വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ, വിശുദ്ധ കുർബാന ജീവൻ നൽകുന്നു. ഒരേ ഒരു ചിന്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരേ ഒരു ചിന്തയും അതിന് ഉപോദ്ബലകമായി 2 സബ് ചിന്തകളും. ചിന്ത ഇത്ര മാത്രം: വിശുദ്ധ കുർബാന എന്നെയും നിങ്ങളെയും ഒരു ഐഡന്റിറ്റിയിൽ വളർത്തുന്നു. വിശുദ്ധ കുർബാന, വിശുദ്ധ തിരുവത്താഴം എന്നെയും നിങ്ങളെയും ഒരു ഐഡന്റിറ്റിയിൽ വളർത്തുന്നു. ദൈവശാസ്ത്രജ്ഞന്മാർ അതിന് നൽകിയിരിക്കുന്ന ഒരു ഉത്തമ നാമം ഇതാണ്: ഹൈബ്രീഡ് ഐഡന്റിറ്റി. ഹൈബ്രീഡ് ഐഡന്റിറ്റി. എന്താണ് ഹൈബ്രീഡ് ഐഡന്റിറ്റി? വിവിധ സംസ്കാരങ്ങൾ, വിവിധ തൊഴിലുകൾ, വിവിധ ഭാഷകൾ, ഇതൊന്നും ഒരു കുഴപ്പമല്ല. എല്ലാം കൂടെ ഒരു ഐഡന്റിറ്റി. ഇന്നലെ വരെയും വിജാതീയൻ എന്ന് പറഞ്ഞു, ഇന്നലെ വരെയും ശമര്യൻ എന്ന് പറഞ്ഞു, ഇന്നലെ വരെയും പാപി എന്ന് പറഞ്ഞു, ഇന്നലെ വരെയും രോഗി എന്ന് പറഞ്ഞു, ഇന്നലെ വരെയും സ്ത്രീ എന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടെ ചേർന്ന് ക്രിസ്തു എന്ന ഐഡന്റിറ്റിയിൽ ഒരു സമൂഹം വളരുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ തിരുവത്താഴ ശുശ്രൂഷ, യഥാർത്ഥ കുർബാന എന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ. 2 രീതിയിൽ നമുക്കിത് ആഘോഷിക്കാം. ഒന്ന്, വികലമായി നമുക്കിത് ആഘോഷിക്കാം. വികലമായി ആഘോഷിക്കാം. ഇന്നത്തെ ലേഖന വേദഭാഗം വികലമായി തിരുമേശയെ കാണുന്ന സഭയോട് അപ്പോസ്തലനായ പൗലോസിൻ്റെ ശക്തമായ ദൂതാണ്. വികലമായി കാണുന്ന സഭ, കൊരിന്ത് സഭ. 1 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായത്തിൽ വളരെ ശക്തമായി അപ്പോസ്തലനായ പൗലോസ് 23 മുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെ ഒരു മനുഷ്യൻ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കണം, കത്തുമേശയിൽ പങ്കെടുക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. കൊരിന്ത് സഭ ആ കാലഘട്ടത്തിൽ ഏറ്റവും സാമ്പത്തികമായി ഉയർന്നു നിന്ന ഒരു സഭയാണ്. പ്രിയപ്പെട്ടവരെ, കൊരിന്ത് സഭയിൽ ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ വ്യത്യസ്തരായ ജനങ്ങൾ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാരുണ്ടായിരുന്നു, വിജാതീയരുണ്ടായിരുന്നു, റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള വ്യക്തികളുണ്ടായിരുന്നു. ശരിക്കും അവിടെ അവർ കർത്തൃമേശയെ അലസമായി കണ്ടിരുന്നു. പ്രത്യേകിച്ചും കൊരിന്ത് സഭയിൽ 2 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് സമ്പന്നർ, മറ്റൊന്ന് ദരിദ്രൻ. ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഈ കൊരിന്ത് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, ഈ കാലഘട്ടത്തിലെ സഭ തന്നെയാണോ ശരിക്കും കൊരിന്ത് സഭ? 2 ശക്തമായ ചേരി. പണമുള്ളവൻ, പണമില്ലാത്തവൻ, പഠനമുള്ളവൻ, പഠനമില്ലാത്തവൻ, എൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്നവൻ, എൻ്റെ ആശയങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവൻ. 2 ചേരി. പ്രിയപ്പെട്ടവരെ, ഇവർ കർത്തൃമേശ അലസ്യമായി കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വെറും ഒരു ഭക്ഷണ കൂട്ടായ്മയായിട്ട് മാത്രമായിരുന്നു ഇത് കണ്ടിരുന്നത്. അതുകൊണ്ട് സമ്പന്നന്മാർ ആവോളം ഭക്ഷിക്കും, ദരിദ്രനെ കാത്തു നിൽക്കത്തില്ല. ദരിദ്രൻ വരുമ്പോൾ അവനെ മാറ്റി നിർത്തും. ചുരുക്കി പറഞ്ഞാൽ ദരിദ്രനുള്ളതും കൂടെ എടുത്ത് ഇവർ ഭക്ഷിക്കും. ഇങ്ങനെയായിരുന്നു കൊരിന്ത് സഭയുടെ ഒരു ശീലം.
അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയോട് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് വളരെ ശക്തമായി ഉന്നയിക്കുന്നത്. കൊരിന്ത് സഭയോട് പറയുകയാണ്, നിങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ, അലസ മനോഭാവത്തോടുകൂടെ നിങ്ങൾ കർത്തൃമേശയെ സമീപിക്കുകയാണെങ്കിൽ, ക്രിസ്തു എന്ന ഐഡന്റിറ്റിയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വളരാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ ബലഹീനത വരുത്തും, ഈ സമൂഹം രോഗിയാകും, ഈ സമൂഹം നിദ്രയിൽ വീഴാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനമേ, ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കണം. ഒരു കാലഘട്ടത്തിൽ നിദ്രയിൽ ആണ്ടുപോയ ഒരു സമൂഹമായിരുന്നു എൻ്റെയും നിങ്ങളുടെയും സമൂഹം. അതിന് യാതൊരു സംശയവുമില്ല. മനുഷ്യൻ എന്ന് പറയുന്ന പട്ടികയിൽ പോലും എന്നെയും നിങ്ങളെയും ചേർക്കാതിരുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ രക്തം എന്നെയും നിന്നെയും സഭയുടെ ഭാഗമാക്കി മാറ്റി. സഭയുടെ ഭാഗമാക്കി മാറ്റിയപ്പോൾ എനിക്ക് നിങ്ങൾക്കും ഭവനങ്ങളുണ്ടായി, എനിക്ക് നിങ്ങൾക്കും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായി, എന്തിനേറെ പറയുന്നു, മീശ വയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ടായി. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ പഠിക്കാനും വളരാനും അഭിപ്രായം പറയാനും നിദ്രയിൽ കിടന്ന എന്നെയും നിങ്ങളെയും ശക്തരാക്കി മാറ്റിയത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. എന്നാൽ ഇന്ന് ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അംശികളായി ഞാനും നിങ്ങളും ഒരു ഐഡന്റിറ്റിയിൽ വളരുന്നില്ലെങ്കിൽ, പ്രാർത്ഥനയോടെ സഭയോട് ഞാൻ പറയട്ടെ, ഈ ശക്തി പ്രാപിച്ചിരിക്കുന്ന എൻ്റെ സമൂഹം ബലഹീനമാകും, രോഗിയാകും, നിദ്രയിലേക്ക് വീണുപോകും. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾക്ക് കാലിക പ്രസക്തിയുണ്ട്. ഇത് ഗൗരവമായി സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ വിനയപൂർവ്വം ഞാൻ സഭയെ ഓർമ്മിപ്പിക്കട്ടെ. വികലമായ ആഘോഷങ്ങൾ, അർത്ഥമെന്തെന്ന് മനസ്സിലാക്കാത്ത ആഘോഷങ്ങൾ, എന്തിനാണ് ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും എനിക്ക് നൽകിയതെന്ന് പോലും കൊരിന്ത് സഭ മനസ്സിലാക്കുന്നില്ല. കൊരിന്ത് സഭ ഇതൊരു ഭക്ഷണ കൂട്ടായ്മയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് അവർ വരുന്നു, അവർ ദരിദ്രരെ മാറ്റി നിർത്തുന്നു, തങ്ങൾക്ക് വേണ്ടാത്തവരെ പുറന്തള്ളുന്നു, അവർ വന്ന് ഈ ഭക്ഷണ കൂട്ടായ്മ പരമാവധി ആഘോഷിക്കുന്നു. അർത്ഥ അനുഭവങ്ങൾ മനസ്സിലാക്കാതെ തിരുമേശയുടെ അനുഭവത്തിൽ വന്നിട്ട് ചിരിച്ച് കളിച്ച് അലസരായി അവർ കടന്നു പോകുന്നു. അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, ഇത് ഗൗരവമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തു തൻ്റെ ശരീരത്തെ എനിക്ക് നിങ്ങൾക്ക് നൽകിയത് ഒരു ഐഡന്റിറ്റിയിൽ വളരാനാണ്, ഹൈബ്രിഡ് ഐഡന്റിറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിൽ പണമുള്ളവനുണ്ട്, പണമില്ലാത്തവനുണ്ട്, ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്, ഒരു അഭിപ്രായവും ഇല്ലാത്തവരുണ്ട്, അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുന്നവരുണ്ട്, ബുദ്ധിപരമായ ആശയങ്ങൾ പറയുന്നവനുണ്ട്, വിഡ്ഢിത്തം പറയുന്നവനുണ്ട്, സൽസ്വഭാവിയുണ്ട്, ലഹരിക്ക് അടിമയായ മദ്യപാനിയായ മറ്റു ലഹരികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. വ്യത്യസ്ത തരക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ, എന്തു തന്നെ ആയാലും എനിക്കും നിങ്ങൾക്കും ഒരു ഐഡന്റിറ്റിയിൽ അതിനർത്ഥം ഞാൻ പങ്കാളിയാകണം, മറ്റൊരുവൻ പങ്കാളിയാകാൻ വരുമ്പോൾ അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, ആരുമാകട്ടെ. അങ്ങനെ ഒരു ഐഡന്റിറ്റിയിൽ എനിക്കും നിനക്കും വളരാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഞാൻ പറയും, ഞാനും നിങ്ങളും വികലമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ വികലമായിട്ടുള്ള ആഘോഷങ്ങൾ എന്നെയും നിന്നെയും അപകടത്തിലെത്തിക്കും. ആദ്യം ബലഹീനത, അടുത്ത് രോഗം, അടുത്ത് നിദ്ര. മറക്കരുത്, നിദ്രയിൽ വീണവരാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ ശരീരം ഇന്ന് ജീവൻ നൽകി, ഇനിയും നിദ്രയിലേക്ക് പോകരുത്. വികലമായ ആഘോഷങ്ങൾ. 2, അർത്ഥവത്തായ ആഘോഷങ്ങൾ. വിശുദ്ധ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി എനിക്ക് നിങ്ങൾക്കും ക്രിസ്തുവിൻ്റെ അത്താഴത്തെ സ്വീകരിക്കാൻ കഴിയണം. അർത്ഥവത്തായ ആഘോഷങ്ങൾ. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം അതിന് ശക്തമായ ഉദാഹരണം പകരുന്ന മനോഹരമായൊരു വേദഭാഗമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ.
ഏറ്റവും ഹൃദ്യമായ ഈ ഭാഗം നമുക്ക് ചിന്തിക്കാം. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കട്ടെ. ഈ ഭാഗത്ത് എലീശ പ്രവാചകനെ കാണാം. 9-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ രചന നടന്നതെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. യൊരോബയാം രാജാവിൻ്റെ കാലഘട്ടം. എലീശ പ്രവാചകന് 100 ശിഷ്യന്മാരുണ്ടായിരുന്നു. ബാൽശാലീശയിൽ നിന്ന് ഒരുവൻ വന്ന് അവൻ്റെ ആദ്യ ഫലം പ്രവാചകന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. 20 യവത്തപ്പവും മലരും ഒരു പൊക്കണത്തിൽ ഈ എലീശയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. അവിടെ ഒരു ബാല്യക്കാരനുണ്ട്. ബാല്യക്കാരൻ ആ സമയം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വല്ലാണ്ടൊരു ചോദ്യമാണ്. ആ ചോദ്യം എങ്ങനെയാണ്? ഞാൻ ഇതെങ്ങനെ വിളമ്പും? ഇതെങ്ങനെ തികയും? എലീശ പ്രവാചകന്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിലായിരുന്നു. 100 പേർക്കും അത് മതിവരുവോളം ഭക്ഷിപ്പാൻ സഹായകമായെന്ന് പറയുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു ഭാഗം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ ബാൽശാലീശയിലെ ഈ മനുഷ്യൻ? ആ ടെക്സ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പറയും, ഹീ ഈസ് എ ഫാർമർ ഓർ ലാൻഡ് ഓണർ. ഒന്നുകിൽ അവൻ കൃഷിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭൂ ഉടമയായിരിക്കാം. ആദ്യ ഫലം കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യൻ കൃഷിക്കാരനാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഭൂ ഉടമയാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഹീ ഈസ് എ ലീഡർ. അവൻ കൽപ്പിക്കുകയാണ്, കൊടുക്ക്, ഈ ഇരിക്കുന്ന 100 പേർക്കും ഭക്ഷണം കൊടുക്ക്. അങ്ങനെ കമാൻഡിങ് പവറുള്ള ഈ മനുഷ്യൻ ഒരു ലീഡറായിരിക്കാം. മൂന്നാമത്തേത്, ഹീസ് എ ഫോളോവർ. ഇദ്ദേഹം പ്രവാചകന്റെ ഒരു അനുയായി ആയിരിക്കാം. ആരാണ് ബാൽശാലീശയിലെ ഈ വ്യക്തിയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും, അദ്ദേഹം ഒരു കർഷകനാണ്, അദ്ദേഹം ഒരു ഭൂവുടമയാണ്, അദ്ദേഹം ഒരു ലീഡറാണ്. എല്ലാറ്റിനേക്കാൾ ഉപരി അദ്ദേഹം ജീവിക്കുന്ന ദൈവത്തെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്ന 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങൾ എന്നെയും നിങ്ങളെയും ഒരു ഐഡൻറ്റിറ്റിയിൽ വളരാൻ സഹായിക്കും. ഒന്ന്, സെൽഫ് എക്സാമിനേഷൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, നീ നിന്നെ തന്നെ ശോധന ചെയ്തിട്ട് വേണം കർത്തൃമേശയിലേക്ക് വരാൻ. സെൽഫ് എക്സാമിനേഷൻ. ബാൽശാലീശയിലെ ഈ മനുഷ്യൻ സ്വയം പരിശോധനയ്ക്ക് വിധേയപ്പെട്ട മനുഷ്യനായിരുന്നു. കാരണം എവിടെയാണ് ഈ ബാൽശാലീശ എന്ന് ചോദിച്ചാൽ, പുരാതന ഇസ്രായേലിൻ്റെ ഒരു ഭാഗമാണ്. ഏദോമ്യ വംശം വസിക്കുന്ന ഒരു ഭാഗമാണ്. കനാന്യരുമായി വളരെ അഗാധമായൊരു ബന്ധമുണ്ട്. ഇതാണ് അതിൻ്റെ ഭൂമിശാസ്ത്ര പഠനം. ചുരുക്കി പറഞ്ഞാൽ, ബാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗം. ഇദ്ദേഹം ബാൽ ദൈവ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു കൾച്ചറിൽ നിന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയപ്പെട്ട ഈ മനുഷ്യൻ ഒരു പുതിയ സേവനത്തിനായി ഇറങ്ങി പുറപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട 1-ാമത്തെ ഗുണം സെൽഫ് എക്സാമിനേഷൻ. ഈ സ്വയം പരിശോധന നമ്മെ 2 തരത്തിൽ ബാധിക്കാം. ഒന്ന്, സ്വയം പരിശോധിക്കുന്ന ഒരു മനുഷ്യൻ വളർച്ചയിലേക്ക് പോകാം. അവനവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ തയ്യാറായി വളർച്ചയിലേക്ക് പോകാം. 2, സ്വയം പരിശോധിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ നിരാശയിൽ വീഴാം. മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റികളെല്ലാം അവൻ കളഞ്ഞു കുടിക്കാം. 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ അവൻ വളരാം, അല്ലെങ്കിൽ അവൻ നിരാശയിൽ വീണ് അവൻ്റെ ജീവിതത്തെ അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നശിപ്പിക്കാം. വളരണമെങ്കിൽ, സ്വയം പരിശോധിച്ച് എനിക്ക് നിങ്ങൾക്കും വളരാൻ കഴിയണമെങ്കിൽ അപ്പോസ്തലൻ്റെ വാക്കുകൾ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. നീ സ്വയം ശോധന ചെയ്ത് കർത്തൃമേശയിലേക്ക് വരിക. നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിച്ച് ഒന്ന് നുറുക്കി തിരുമേശയിലേക്ക് വരുമ്പോൾ ഇവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ രക്തവും നിന്നെ ശക്തിയുള്ളവനാക്കി മാറ്റും. നിനക്ക് വളരാൻ കഴിയും.
ഒന്ന് സെൽഫ് എക്സാമിനേഷൻ, സ്വയം പരിശോധിക്കുക. നമ്മളൊക്കെ മറ്റുള്ളവരെ പരിശോധിക്കാൻ മിടുക്കന്മാരാണ് കേട്ടോ. അതിനൊക്കെ നമുക്ക് വളരെ വലിയ വിദഗ്ധമായ കഴിവുകളുണ്ട്. ആ വിദഗ്ധമായ കഴിവുകളെല്ലാം എടുത്ത് എനിക്ക് നിങ്ങൾക്കും സ്വയം പരിശോധനയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കാൻ കഴിയുമോ? എന്നാൽ നമുക്ക് ഒരു ഐഡൻറ്റിറ്റിയിൽ വളരാൻ കഴിയും. 2, ലിസണിങ് ആൻഡ് ലേണിങ്. ശ്രദ്ധിക്കണം, പഠിക്കണം. പണ്ട് ഒരു അമ്മച്ചി എനിക്ക് തന്ന ഒരു ഉപദേശം പാലിക്കാൻ വളരെ പ്രയാസമാണ്. മക്കളെ, നമുക്ക് 2 ചെവിയും 1 വായും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരമ്മ തന്ന ഏറ്റവും മനോഹരമായ ഒരു അഡ്വൈസ് ആയിരുന്നു, ഞാൻ പറയും ഒരു സമ്മാനമായിരുന്നു. നമുക്ക് 2 ചെവിയും 1 അധരവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കുറച്ച് പറയാനും കൂടുതൽ കേൾക്കാനുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വയം പരിശോധിച്ചതിന് ശേഷം ഞാൻ പഠിക്കണം. എടുത്തു ചാടുന്നതിന് മുൻപ്, അഭിപ്രായങ്ങൾ പറയുന്നതിന് മുൻപ്, പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുൻപ് വിശദമായ ഒരു പഠനം എനിക്ക് നിങ്ങൾക്കും വേണം. ഈ ബാൽശാലീശയിലെ ഈ മനുഷ്യൻ പഠിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം കൊണ്ടുവരുന്ന ആഹാരമാണ്. അദ്ദേഹം മറ്റൊരു കൾച്ചറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആഹാരവും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും ഒരു തരത്തിലായിരിക്കാം. പക്ഷെ അദ്ദേഹം കൊണ്ടുവരുന്നത് യവത്തപ്പവും മലരുമാണ്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ദാരിദ്ര്യത്തിൽ വീണുപോയവൻ്റെ ഭക്ഷണമായിരുന്നു യവത്തപ്പം, മലര്. അങ്ങനെയെങ്കിൽ പ്രവാചകന്മാർ ദാരിദ്ര്യം സ്നേഹിക്കുന്നവരാണ്, ദാരിദ്ര്യത്തെ സ്വീകരിക്കാൻ എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരാണ്. ഇവരെക്കുറിച്ച് ആ മനുഷ്യൻ നന്നായിട്ട് പഠിച്ചു. എൻ്റെ ഭക്ഷണം അവൻ കഴിക്കണമെന്നല്ല, അവൻ്റെ ഭക്ഷണം എന്താണ്, അവൻ എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നത്, അതിൻ്റെ പോഷകമൂല്യങ്ങൾ എന്തൊക്കെയാണ്, അത് പഠിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് മറ്റുള്ളവരെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, എന്നോടൊരു മനുഷ്യൻ നന്നായിട്ട് കയർത്തെന്നിരിക്കട്ടെ, ദേഷ്യപ്പെട്ടെന്നിരിക്കട്ടെ, ഞാൻ ആ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നിറങ്ങി ആ മനുഷ്യനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ പറയും എനിക്ക് നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റിയിൽ വളരാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും, ഞാൻ അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ഐഡൻറ്റിറ്റിയിൽ വളരാൻ, ഹൈബ്രീഡ് ഐഡൻറ്റിറ്റി, ഇതിൽ വളരാൻ ബാൽശാലീശയിലെ ഈ മനുഷ്യൻ എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം സെൽഫ് എക്സാമിനേഷൻ, സ്വയം ഒരു പരീക്ഷ നടത്തുക. 2, ലിസണിങ് ആൻഡ് ലേണിങ്. 3, കുറച്ചുകൂടെ വിശാലമാണ്, ഓപ്പൺ മൈൻഡ്, ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കുക. പലപ്പോഴും നമുക്ക് കഴിയാത്തൊരു കാര്യമാണ് കേട്ടോ, ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കുക. ഞാൻ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഞാൻ നിങ്ങളുടെ മുൻപിലിടട്ടെ. സഭയിൽ യുവാക്കളിൽ പലരും ടാബ്, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. ഇത് ഒരു ജനറേഷന് മുൻപുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പല സഭകളിലും കർശനമായ ഒരു താക്കീത് കൊടുക്കാറുണ്ട്, ടാബ് ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, സഭയ്ക്കകത്ത് മൊബൈൽ ഫോൺ ഓൺ ചെയ്യരുത്. അപ്പം ന്യൂ ജനറേഷൻ മക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, മൊബൈൽ ഫോണിൽ എല്ലാ ഭാഷകളിലുമുള്ള ബൈബിളുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, ഗ്രീക്കുണ്ട്, ഹീബ്രു ഉണ്ട്, എല്ലാ ഭാഷകളിലും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റ്? എന്നാൽ മുതിർന്നവർ പറയുന്നു, വിശുദ്ധ വേദപുസ്തകം ഇതാണ്, ഇത് മാത്രമേ ഉപയോഗിക്കാവൂ, ഇത് തുറന്ന് വായിക്കാനും ഇതുകൊണ്ട് നടക്കാനും ലജ്ജിക്കരുത്. ഞാൻ പ്രാർത്ഥനയോടെ ചോദിക്കട്ടെ, നമുക്കെവിടെയാണ് അപാകത വന്നത്? ശരിക്കും തിരുവചനം ആദ്യം എഴുതിയത് കല്ലുകളിലായിരുന്നു, കൽക്കഷ്ണങ്ങളിൽ കൊത്തി വചനം എഴുതിയത് നമുക്കറിയാം. അത് കഴിഞ്ഞ് പാപ്പിയറസ് ചുരുളുകളിലായിരുന്നു, അത് കഴിഞ്ഞ് മൃഗങ്ങളുടെ തോലുകളിലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നത്തേതിലും മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ അച്ചടി സമ്പ്രദായം കണ്ടുപിടിച്ചു, പേപ്പറുകളിലായി. ഞാൻ ചോദിക്കട്ടെ, പണ്ടത്തെ പോലെ കല്ലുകളിൽ കൊത്തി കൊണ്ട് നടക്കുന്നതല്ലേ എങ്കിൽ ഏറ്റവും ശരിയായിട്ടുള്ള രീതി? ഓപ്പൺ മൈൻഡ്. അവിടെ ഒരു കാര്യം നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്, വേദപുസ്തകമാകുമ്പോൾ അതിൻ്റെ അകത്ത് മാത്രം ശ്രദ്ധയിരിക്കും.
എന്നാൽ ടാബ്, മൊബൈൽ ഫോൺ ആകുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. ചിന്തകൾ വഴിമാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വേറെ പുസ്തകം തുറന്നു പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു കഥാപുസ്തകം വായിച്ചൂടെ? അതവൻ്റെ മനസ്സുപോലെയാണ് പ്രിയപ്പെട്ടവരെ. കാര്യങ്ങളെ വിശാലമായി ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മനസ്സാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യം. അതിലേക്ക് വേണ്ടി ന്യൂ ജനറേഷനെ പക്വതയോടുകൂടെ വളർത്തുക. വേറെ പുസ്തകം തുറന്നു വെച്ച് അതിൻ്റെ അകത്തൊരു കഥാപുസ്തകം വായിക്കുന്നതും സഭയ്ക്കകത്ത് മൊബൈൽ ഫോണിൽ ബൈബിൾ വായിക്കുന്നു എന്നുള്ള വ്യാജേന വാട്സപ്പ് ഉപയോഗിക്കുന്നതും ഒരേ രീതി തന്നെയാണ്. പക്ഷേ വിശാലമായ മനസ്സോടുകൂടെ അതിൻ്റെ പോസിറ്റീവ് സൈഡുകളെ കണ്ട് നെഗറ്റീവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റിയിൽ എനിക്ക് നിങ്ങൾക്കും വളരാൻ കഴിയും. ക്രിസ്തു തൻ്റെ ശരീരവും തൻ്റെ രക്തവും എനിക്ക് നൽകി. എന്തിനാണ്? ഞാൻ ഒറ്റ വാക്കിൽ പറയും, ഞാനും നീയും ഒരു ഐഡൻറ്റിറ്റിയിൽ വളരണം. ഇതാണ് ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. ഒരു ഐഡൻറ്റിറ്റി, ഒന്നാകണം. നമ്മളെല്ലാം വ്യത്യസ്തരാണ്. പണമുള്ളവനുണ്ട്, പണമില്ലാത്തവനുണ്ട്, അറിവുള്ളവനുണ്ട്, അറിവില്ലാത്തവനുണ്ട്, കൂലിപ്പണിക്കാരനുണ്ട്, ഗവൺമെൻറ് വലിയ ജോലിക്കാരുണ്ട്, വിദേശത്തിരിക്കുന്നവരുണ്ട്, നാട്ടിൽ ജീവിക്കുന്നവരുണ്ട്. നമുക്ക് വ്യത്യസ്ത ഐഡൻറ്റിറ്റികളുണ്ട്. പക്ഷേ കർത്തൃമേശയിൽ വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരേ ഒരു ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ 3 വഴികൾ. 1 സെൽഫ് എക്സാമിനേഷൻ, 2 ലിസണിങ് ആൻഡ് ലേണിംഗ്, 3 ഓപ്പൺ മൈൻഡ്, വിശാലമാക്കുക. ഇല്ലെങ്കിൽ ഈ സമൂഹം ഒരു ഐഡൻറ്റിറ്റിയിൽ വളരത്തില്ല. വളരാതിരുന്നാൽ ദൈവം ജീവൻ തന്ന ഈ സമൂഹത്തെ ഞാൻ നശിപ്പിക്കുകയാണ്. ഈ സമൂഹം ബലഹീനമാകും, ഈ സമൂഹം രോഗിയാകും, ഈ സമൂഹം നിദ്രയിൽ വീഴും. ഞാനാണ് കാരണക്കാരൻ. അതിന് ഞാൻ ഒരു കാരണക്കാരനാകരുത്. ആകാതിരിപ്പാൻ വിശുദ്ധ തിരുവത്താഴം, വിശുദ്ധ കുർബാന, ക്രിസ്തുവിൻ്റെ ബലി എന്നോടും നിന്നോടും ആഹ്വാനം ചെയ്യുന്നു. അതനുസരിക്കാം, അതിന് വിധേയപ്പെടാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ.